ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ 5ാമത്തെ ചാപ്റ്ററാണ്. എല്ലാവരും റെഡിയല്ലേ? എന്നാൽ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ സ്കൂളിൽ കുറേ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് അല്ലേ? അവയൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടുമുണ്ട്. അതായത് നമ്മൾ ഓണപ്പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ, സെൻഡ് ഓഫ് പാർട്ടി, എക്സിബിഷൻസ്, പിന്നെ ഓരോ ക്ലബിൻ്റെ വക അവരുടേതായ കുറേ പ്രോഗ്രാംസ് അല്ലേ? നിങ്ങൾ +1 എക്സാമിന് മുന്നേ നിങ്ങളെ സീനിയേഴ്സിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സെൻഡ് ഓഫ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്തിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതെന്തൊക്കെയാണെന്ന്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ ചെയ്യണം, അതിൻ്റെ ഡേറ്റ്, ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റീസൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. പ്രോഗ്രാം കമ്മിറ്റി, ഡെക്കറേഷൻ കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമ്മിറ്റീസൊക്കെ ഫോം ചെയ്ത് അതിൽ കുറച്ച് സ്റ്റുഡൻസിനെയും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അവർക്കുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വർക്കിനെ ഡിഫറെൻറ്റ് യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓർഗനൈസിങ്. നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ് എന്നും പഠിച്ചു. നമ്മൾ പ്ലാനിങ്ങിൽ എന്താ ചെയ്യുന്നത്? അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക ചെയ്യുന്നത്. നമുക്കൊരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കുന്നത്. ആ ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചാൽ മാത്രം പോരാ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതും കൊടുക്കുന്നതും അത് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു ഓർഗനൈസിങ്ങിൽ വരുന്നത്. നമുക്കതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Meaning of organizing. It is the management function of assigning duties, grouping tasks, establishing authority, and allocation of resources required to carry out a specific plan. അടുത്തതൊരു ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ ഓഫ് ഓർഗനൈസിങ്. Organizing is the process of identifying and grouping the work to be performed, defining and delegating responsibility and authority, and establishing relationship for the purpose of enabling people to work most efficiently. By Louis Allen. നമ്മളിപ്പോൾ പറഞ്ഞത് ഓർഗനൈസിങ്ങിലെ മീനിങ്ങും ഡെഫിനിഷനുമാണ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് ഓർഗനൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കൊരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാൻ അവരൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ആ പ്ലാനിൽ കുറേ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ആ ഒരു ആക്ടിവിറ്റീസിനെ ഡിഫറെൻറ്റ് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻ ചെയ്യുന്നതും അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതിന് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസിങ്. പ്ലാൻ സക്സസ്ഫുള്ളായി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യണം. ഒരു ബിസിനസ്സിന് അവരുടെ സെയിൽസ് കൂട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കും. ആ പ്ലാനിൽ അവർ ചിലപ്പം അഡ്വർടൈസ്മെൻറ്റ് കൂട്ടാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ കുറച്ച് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യും. അതായത് കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെടാൻ കുറച്ച് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ ആദ്യം തീരുമാനിച്ചു വെക്കും. ഈ ഒരു തീരുമാനിച്ചു വെച്ച ഈ ആക്ടിവിറ്റീസ്, ഈ ഒരു പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് ഓർഗനൈസിങ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ ഓർഗനൈസിങ്ങിൽ 4 സ്റ്റെപ്പാണ് മെയിനായിട്ട് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. സെക്കൻഡ് സ്റ്റെപ്പ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ.
തേർഡ് വൺ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കണം എന്ന് പറഞ്ഞു. ഈ ഒരു പ്ലാനിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ഈ ഒരു ആക്ടിവിറ്റീസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. അതായത് ഒരു വർക്കിനെ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഡിവിഷൻ ഓഫ് വർക്കിൽ വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബേർഡൻ ഓഫ് വർക്ക് എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവോയ്ഡ് ചെയ്യാനും വേണ്ടി സാധിക്കും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു വർക്കിനെ ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്, ഡിഫറെൻറ്റ് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഒരേ നേച്ചറുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ ഒരേ നേച്ചറുള്ള ആക്ടിവിറ്റീസിനെ ഒരു ഹെഡിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നൊരു ഗ്രൂപ്പിംഗ് പ്രോസസ്സാണ്. അതിൽ ഒരേ നേച്ചറുള്ള ആക്ടിവിറ്റീസിനെ ഒരു ഹെഡിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, പ്രൊഡക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ, ആ ആക്ടിവിറ്റീസൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്കാണ് കൊണ്ടുവരും. അതുപോലെ അതിന് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുക. അങ്ങനെ അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അതിനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നു. ഇതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിലേക്ക് ഹ്യൂമൻ റിസോഴ്സസ് വേണം, അല്ലേ? എംപ്ലോയീസിന് ആവശ്യമാണ്. അതിനുവേണ്ടി ആ ഒരു സ്കില്ലുള്ള, ആ ഒരു എബിലിറ്റി ഉള്ള എംപ്ലോയീസിന് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ അതിനാവശ്യമുള്ള സ്കില്ലുള്ള, എബിലിറ്റീസ് ഉള്ള എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുക്കുക, അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെയാണ് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ആ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വേണം അപ്പോയിൻറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ കുറേ എംപ്ലോയീസ് ഉണ്ടാവും. ആ എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എന്നാൽ അവിടെ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. അതായത് അവിടെ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതുവഴി ആർക്കൊക്കെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ആർക്കൊക്കെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യം അവിടെ ക്ലിയർ ആവും. അതിലൊരു വ്യക്തത ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഈ ഓർഗനൈസിങ്ങിലെ 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യത്തേത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. നാലാമത്തെ സ്റ്റെപ്പ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസസിനെ അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഈ ഒരു ഓർഗനൈസിംഗ് ഫംഗ്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കാം. അതിൽ എന്തൊക്കെ പോയിന്റ്സ് വരുന്നെന്ന് ചെക്ക് ചെയ്യാം. ഒന്ന്, ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ. നെക്സ്റ്റ്, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. ആൻഡ് ലാസ്റ്റ് വൺ, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ഇനി ഇതൊന്ന് വിശദീകരിച്ച് പറയാം. ആദ്യത്തെ പോയിന്റ് ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ കുറേ എംപ്ലോയീസ് ഉണ്ടാവും. അവർക്കൊക്കെ ഓരോ വർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഒരു പെർട്ടിക്കുലർ വർക്കായിരിക്കും ഒരു എംപ്ലോയി ചെയ്യുന്നുണ്ടാവാം. അവർ ഈ ഒരു വർക്ക് ഡെയിലി ബേസിസിൽ ചെയ്യുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ ഒരു വർക്കിൽ എഫിഷ്യൻ്റ് ആവും. അതുപോലെ തന്നെ അത് സ്പെഷ്യലൈസേഷനിലേക്ക് ലീഡ് ചെയ്യും. അതുവഴി പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് പറയുന്നത് ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. അതായത് ഈ ഓർഗനൈസിങ് വഴി ആ ഒരു എൻ്റർപ്രൈസിൽ
ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും, ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതുവഴി ആർക്കൊക്കെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, ആർക്കൊക്കെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതിൽ ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ എംപ്ലോയിൻ്റെയും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസിൻ്റെയും എക്സ്റ്റെൻഡ് എത്രത്തോളാണെന്നുള്ളത് ഈ ഒരു ഓർഗനൈസിങ് വഴി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒരു വർക്ക് ചെയ്യാൻ കുറേ റിസോഴ്സസ് ആവശ്യമായിട്ട് വരും. ഹ്യൂമൻ ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും. ഇതൊക്കെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക, എന്നാലും മാത്രമേ ഒരു വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് ഈ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു ആക്ടിവിറ്റി നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവോയ്ഡ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് ഈസ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ജോബായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ ഈ ഒരു ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു വർക്കിലുള്ള ഡ്യൂപ്ലിക്കേഷനും കൺഫ്യൂഷനും ഇതുവഴി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വർക്കിംഗ് റിലേഷൻഷിപ്പിലുള്ള ക്ലാരിറ്റി ആ ഒരു വർക്ക് പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാൻ സാധിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. അതായത് ഈ ഒരു മാനേജേഴ്സ് അവരുടെ വർക്ക് എംപ്ലോയീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി അവർക്ക് അവരുടെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇവർക്ക് ഈ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ അവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു മാനേജേഴ്സിൻ്റെ ഇടയിൽ ക്രിയേറ്റിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഈ ഒരു ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. അതായത് ഈ ഒരു എൻ്റർപ്രൈസിൽ പുതിയ ചാലഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കാനും അതുവഴി ആ ഒരു ബിസിനസ്സിന് ഗ്രോത്തും എക്സ്പാൻഷനും ഉണ്ടാക്കാനും ഈ ഒരു ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്ങിൽ പറയുന്നത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. ഒന്ന്, ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ. നെക്സ്റ്റ്, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. ആൻഡ് ലാസ്റ്റ് വൺ, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ഇന്ന് നമ്മൾ ഓർഗനൈസിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, സ്റ്റെപ്സ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി കാണാം.